ഹായ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് കണ്ടോ, ഇതാണ് രുദ്രാക്ഷത്തിൻ്റെ ഫ്രൂട്ട്. ഇത് വീട്ടിലുള്ളതാണ് കേട്ടോ. മരത്തിൽ നിറയെ കായുണ്ട്. വേഴാമ്പലും മറ്റ് പക്ഷികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോവാറുണ്ട്. അങ്ങനെ നിറയെ കൊഴിഞ്ഞു വീഴാറുമുണ്ട്. അതിൽ നിന്ന് കുറച്ച് പറക്കി മാറ്റി വെച്ചതാണ് കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അറിയാത്തവരും ഉണ്ടാവുമല്ലോ, ഇത് രുദ്രാക്ഷത്തിൻ്റെ മരവും കായൊന്നും കാണാത്തവരുണ്ടാവുമല്ലോ. കുറച്ച് പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് ഇത് അതിൻ്റെ പച്ചയാണ് കേട്ടോ, പഴുത്തിട്ടില്ല. ഇത് ഇന്നലെ കാറ്റിലൊരു ചെറിയ ചില്ല ഒടിഞ്ഞു വീണതാണ് കേട്ടോ. ഇത് മൂത്തിട്ടില്ല, ഇത് കുഞ്ഞ് ചെറിയ കായാണിത്. പച്ചയ്ക്ക് നല്ല ഹാർഡാണ്, ഇതിൻ്റെ പുറം നല്ല ഹാർഡാണ്. പഴുത്താൽ മാത്രം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്കത് പുറത്തെ മാംസം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് പഴുത്തത്. ഇത് ശരിക്ക് പഴുത്തില്ല, അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജാണിത്. അതായത് കിളിയൊക്കെ കൊത്തിയിട്ടിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ബ്ലൂ കളറാണ് നല്ല പഴുത്ത ഫ്രൂട്ട് എന്ന് പറയുന്നത്, രുദ്രാക്ഷത്തിൻ്റെ. അപ്പോൾ ഇത് കണ്ടോ, ഉള്ളിൽ പച്ച നിറമായിരിക്കും. കിളികൾക്ക് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വേഴാമ്പലൊക്കെ വന്ന് ഇത് കൊത്തിക്കൊണ്ട് പോകാറുണ്ട് കൊലയോടുകൂടി. നല്ല ഫ്ലഷി ആയിട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക. ഇതാണ് കേട്ടോ രുദ്രാക്ഷം. ഇത് നല്ല പഴുത്ത് പിന്നെ അത് തനിയെ അതിൻ്റെ പുറമുള്ള മാംസം ദ്രവിച്ച് പോവും. അപ്പോൾ ഈ രുദ്രാക്ഷമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് നമ്മൾ കഴുകി നല്ല ബ്രഷ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഉരച്ച് എടുത്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ചിലത് ഇതുപോലെ ഡാർക്ക് കളറായിരിക്കും, പിന്നെ ചിലതൊക്കെ ബ്രൗൺ ആയിരിക്കും. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണാറുള്ള പോലെ നല്ല ബ്രൗൺ ആയിരിക്കും. പിന്നെ ഇതിൽ തന്നെ ഇതേ കണ്ടോ, ഹോളുണ്ട്. ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് അതിൻ്റെ ഹോളാണ്. ഇതിൽ നമ്മൾ ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ആ ഹോള് കണ്ടില്ലേ, അതിൽ സൂചി വെച്ചൊരു കുത്ത് കൊടുത്താൽ ഒരു ചെറിയൊരു നാര് പോലെ ഉണ്ടാവും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോർക്കാൻ പറ്റും. ഇത് നല്ല പഴുത്ത ഫ്രൂട്ടാണ് കണ്ടോ, അത് വെച്ച് കുത്തിയപ്പോൾ അത് കുഴിഞ്ഞു പോകുന്നുണ്ട്. മറ്റേത് അത്ര പഴുത്തിട്ടില്ല, അതുകൊണ്ട് കണ്ടോ അത് അങ്ങനെ പോയി. ആ പഴുത്ത ഫ്രൂട്ട് ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുത്തു. കണ്ടോ, ഇനിയും കുറച്ച് മാംസം അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് ബ്രഷ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഉരച്ചാൽ അത് ശരിയായിക്കോളും. ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കും മുറ്റത്ത്. ഇതതിൻ്റെ മാംസളായിട്ടുള്ള ഭാഗം പോയിട്ട് കിടക്കുന്ന രുദ്രാക്ഷമാണിത്. കുറേ ഉണ്ട് ഇവിടെ. ശരിക്കും പഴുത്ത് ഉണങ്ങി വരുമ്പോൾ ഇതുപോലെ ദ്രവിച്ച പോലെ ഉണ്ടാവും പുറം ഭാഗം. ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് നമ്മളൊന്ന് ഇതാക്കിയാൽ തന്നെ അതങ്ങ് പോയിക്കോളും. ഇത് ഞാൻ കുറച്ച് പെറുക്കി കാണിച്ചു തരാം, അടുത്ത് കാണിച്ചു തരാം. ഹൈന്ദവ വിശ്വാസത്തിൽ രുദ്രാക്ഷത്തിന് നല്ല പ്രാധാന്യമുണ്ടെന്ന് അറിയാം. ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ കണ്ണീർ എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് കേരളത്തിൽ അങ്ങനെ എല്ലായിടത്തും സുലഭമായിട്ട് കാണുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മരം, വലിയ മരമാവും. ഇത് അധികം വർഷമൊന്നും ആയിട്ടില്ല, എന്നാലും കണ്ടില്ലേ നീളം, അങ്ങ് മേലെ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത്ര ഉയരത്തിലായിട്ടുണ്ട് ഇത്. ഇങ്ങനെ കാണിച്ചാൽ ഡിഫറൻസ് മനസ്സിലാവും. ആ ഡാർക്ക് ബ്ലൂ നല്ല പഴുത്തത്, മറ്റേത് കുറച്ച് പഴുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചു തരാം. ഉരച്ചൊന്നും കഴുകുന്നില്ല, ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചൊന്നും കഴുകുന്നില്ല. നല്ല പൈസയുണ്ട് രുദ്രാക്ഷത്തിന്. ഇതിൻ്റെ ഫേക്കായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ പറ്റിക്കാറൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇത് നിറയെ ഉണ്ടാവും. ഇതിപ്പോൾ സീസണാണ്, ഇഷ്ടംപോലെ കായുണ്ട്. കാറ്റടിച്ച് ചെറിയ ചില്ലയൊക്കെ ഇതുപോലെ ഉണങ്ങി വീഴാറുണ്ട്. ഇതതുപോലെ വീണതാണ് കേട്ടോ, അതിൽ നിറയെ കായുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.